2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. KJ മാക്സി MLAയുടെ അക്ഷരദീപം പദ്ധതി പ്രകാരം പ്രതിഭാ പുരസ്കാര വിതരണം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പാൾ S. ഷജീല ബീവി ഉദ്ഘാടനം ചെയ്തു. KJ മാക്സി MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന അക്ഷരദീപം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രതിഭാ പുരസ്കാരം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷജീല ബീവി ഉദ്ഘാടനം ചെയ്തു. ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, സാറിൻ്റെ ജനിച്ചു വളർന്ന സ്ഥലം ഏതാണെന്ന്. സാർ ഇവിടുത്തുകാരൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ മുക്കുമൂലയും എങ്ങനെ വികസിപ്പിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഇവിടെ എന്താണ് ആവശ്യം, എന്താണ് അത്യാവശ്യം എന്നൊക്കെ ചെറിയ പ്രായം മുതലേ കണ്ടു വളർന്ന ഒരാൾ ഈ പ്രദേശത്തിൻ്റെ, ഈ മണ്ഡലത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തപ്പോൾ എത്ര കൃത്യതയോടെയാണ് ഓരോ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നത് എന്ന് ഈ ഒരു ഈവൻറ്റിൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കായംകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ മകൻ ഇപ്പോൾ +2 കഴിഞ്ഞു, എല്ലാ വിഷയങ്ങൾക്കും A+ ഒക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇങ്ങനൊരു ഈവൻ്റ് നടന്നിട്ടില്ല. ഞാൻ കുറ്റം പറയുന്നതൊന്നുമല്ല, വിഷമം എനിക്ക് തോന്നുന്നു. കാരണം എനിക്കും ഇതുപോലെ എൻ്റെ മകനെ കൊണ്ടിരുത്തിയിട്ട് ഇതുപോലെ ഒരു അവാർഡൊക്കെ വാങ്ങിക്കണം എന്ന് എനിക്കും ആഗ്രഹം. ഫോർട്ട് കൊച്ചി ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ KJ മാക്സി MLA അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് മെമ്മറിനോട് ഒരു ബുക്ക് വരുന്നുണ്ട്. ഡോക്ടർ P. അലക്സാണ്ടർ ജേക്കബ് IAS ബുക്കാണ്. ഓർക്കണം, മറക്കാതിരിക്കണം, ഓർമ്മശക്തിക്ക് പരീക്ഷിക്കുന്ന ബുക്കാണത്. അതെപ്പോഴും നമുക്ക് ആവശ്യമാണ് കാര്യം. അപ്പം അതിന് നമ്മുടെ മനസ്സുകൾ എങ്ങനെ കൊണ്ടുപോകണം. നമ്മൾ ധാരാളം പഠിക്കുന്ന കുട്ടികളുണ്ടാവും, പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പകുതി മറന്നു പോകും, ചിലപ്പോൾ എഴുതി വയ്ക്കും, ചിലപ്പോൾ തെറ്റിപ്പോവും. അതിനൊക്കെ എങ്ങനെ നമ്മളെ കൊണ്ടുവരാം, എങ്ങനെ പാകപ്പെടുത്താം എന്നുള്ളതാണ് ആ ബുക്ക്. ആ ബുക്കും കൂടി നിങ്ങൾക്ക് ഇതിനൊപ്പം തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ സബ് കളക്ടർ പറഞ്ഞില്ലേ, സബ് കളക്ടർ ചിലപ്പോൾ നിങ്ങളുടെ പ്രായം ഉണ്ടാവുള്ളൂ, വളരെ ചെറുപ്പമാണ്. IAS കാര്യത്തിയാണ്. നമ്മുടെ സബ് കളക്ടറാണ് ഇവിടുത്തെ ഫോർട്ട് കൊച്ചി. ആ സബ് കളക്ടർ ഇപ്പോൾ ഈ ചെറുപ്പത്തിൽ സബ് കളക്ടർ ആയാൽ ഇനി കളക്ടറാവും, ലാസ്റ്റ് നമ്മുടെ ചീഫ് സെക്രട്ടറി ആവും. അത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഒരു വനിതയാണെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലേ? നമ്മുടെ ചീഫ് സെക്രട്ടറി അറിയോ നിങ്ങൾ? കേരളത്തിൻ്റെ അറിയാൻ പാടില്ല, ഒരു വനിതയാണ് ചീഫ് സെക്രട്ടറി. നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ഭാര്യയാണ്. അപ്പം അത്തരം മേഖലകളിലേക്കൊക്കെ അങ്ങനെ. അപ്പം അവർ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയില്ലേ? 4 പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോഴാണ് സെലക്ഷൻ കിട്ടുന്നത്. എന്തിന്? ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K. മീര മുഖ്യാതിഥിയായിരുന്നു. നമ്മുടെ നാട്ടിൽ എൻ്റെ ഓഫീസ് ഇവിടെയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം അനുജനും അനുജത്തിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോകാൻ മനസ്സ് വന്നില്ല. ഇവിടെ അകത്ത് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം സാധാരണ നമ്മളെപ്പോഴും 10th-ലും +2-ലും ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കാൻ ചെല്ലുമ്പം കുറച്ച് ട്രോഫികളാണ് ഉണ്ടാവുക. ഇത് ഒരുപാട് ട്രോഫികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. അത്രയും നല്ല മികച്ച വിജയം കൈവരിച്ച ഈ ഒരു സ്കൂളിന് ഞാൻ ആദ്യം തന്നെ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ ഇവിടെ പുറത്ത് സംസാരിക്കുകയുണ്ടായി. ഞാൻ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ, ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാണ്. നമ്മൾ പുറത്ത് സംസാരിക്കുകയുണ്ടായി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ പലരും പറഞ്ഞു കുട്ടികൾക്ക് ചിലർക്ക് ഡോക്ടേഴ്സ് ആവണം, ചിലർക്ക് എഞ്ചിനീയർ ആവണം, ചിലർക്ക് IAS പോലത്തെ സിവിൽ സർവീസ് എക്സാംസ് എഴുതണം എന്നായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാന ടെൻഡൻസി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സ്കൂളിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇൻപുട്സ് തന്ന് നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്ത് വളർത്തിയെടുക്കുമ്പോൾ തിരിച്ചാ നാടിന് എന്തെങ്കിലും ചെയ്യുക, തിരിച്ചാ നാടിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. എനിക്കറിയാം പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മെച്ചപ്പെട്ടതായിരിക്കാം, ലൈഫ് കുറച്ചും കൂടി ഈസിയാണ്, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവും, പല ഗുണങ്ങളും ഉണ്ട്. പക്ഷേ പലപ്പോഴും അത് കണ്ട് അവിടെ തന്നെ സെറ്റിൽ ആവുക എന്നുള്ളതിലുപരി നമ്മുടെ നാട് എങ്ങനെ നമുക്ക് ആ ഒരു ലെവലിലേക്ക്
SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 657 കുട്ടികൾക്കാണ് പ്രതിഭാ പുരസ്കാരം നൽകിയത്. 466 SLC വിദ്യാർത്ഥികളും 191 +2 വിദ്യാർത്ഥികളുമാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് 2017 മുതൽ KJ മാക്സി MLAയുടെ അക്ഷരദീപം പ്രതിഭാ പുരസ്കാരം നൽകി വരുന്നുണ്ട്. മട്ടാഞ്ചേരി AEO സുധ N, മട്ടാഞ്ചേരി MMO VHSലെ മാനേജർ അബ്ദുൾ സിയാദ്, കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ K. ആൻസിയ, കൊച്ചി നഗരസഭ സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീബലാൽ, അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, കൗൺസിലർമാരായ ബെന്നി ഫെർണാണ്ടസ്, റെഡീന ആന്റണി, PM ഇസ്മുദ്ദീൻ, ഷീബ ഡുറം, കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ്, CPIM കൊച്ചി ഏരിയ സെക്രട്ടറി KM റിയാദ്, GCD എക്സിക്യൂട്ടീവ് അംഗം PA പീറ്റർ, ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് എഡ്വിൻ, INL കൊച്ചി മണ്ഡലം പ്രസിഡന്റ് TM ഇസ്മായിൽ, അക്ഷരദീപം ജോയിന്റ് കൺവീനർ CS ഗിരീഷ്, KSTA ജില്ലാ ഭാരവാഹികളായ സിംല കാസിം, TK ഷിബു, MN നിഷ, കമൽരാജ് TR, KSTA മുൻ ഭാരവാഹി VA മുഹമ്മദ് അൻവർ, CPIM ഫോർട്ട് കൊച്ചി LC സെക്രട്ടറി ക്ലേ സ്റ്റീഫൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.